ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. അതിന് ആൻസർ ഓപ്ഷൻ സി സമ്പദ് കൗമുദിയാണ്. കേസരി എന്നത് ബാലഗംഗാധര തിലകിൻ്റെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? അതിന് ആൻസർ ഓപ്ഷൻ ബി DK കാർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മറാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാര്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി അബനീന്ദ്രനാഥ് ടാഗോർ. 5, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? അതിന് ആൻസർ എ ആണ്, ഒരു തവണ മാത്രമാണ്. 1976 42ാം അമെൻമെൻറ്റിലൂടെയാണത് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ. 7, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ആൻസർ ബി ആണ്, റഷ്യ. 8ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകാണ്. 9, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? അതാണ് 1946 പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ എ. 10, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, വെല്ലൂർ കലാപമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ G ശങ്കരക്കുറുപ്പ്. 12, വിവേകോദയത്തിൻ്റെ സ്ഥാപകനാര്? ആൻസർ ഓപ്ഷൻ എ കുമാരനാശാൻ. 13, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, KM മുൻഷി. 14, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം, അതാണ് ആർട്ടിക്കിൾ 338B ആണ്, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം, അത് അനുച്ഛേദം 21A ആണ്. 16, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, UK ആണ്. 17, യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് വാർത്താവിനിമയമാണ്, ഓപ്ഷൻ എ ആണ്. ജനസംഖ്യാ നിയന്ത്രണം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഫസ്റ്റത്തെ പ്രസ്താവനയാണ് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 2ാമത്തെയാണ് മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. 3ാമത്തെയാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. 4ാമത്തെയാണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അതിൽ 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 2 തെറ്റാണ്. മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് 2ാമത്തെ പഞ്ചവത്സര പദ്ധതിനെയാണ് പറയുന്നത്. 3ാമത്തെ ശരിയാണ്, 4ാമത്തും ശരിയാണ്. പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയിട്ടുള്ളത് 1969 2ാം ഘട്ടം 1980. അപ്പോൾ ഓപ്ഷൻ സി 1, 3, 4 ശരി എന്നുള്ളതാണ്.
19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് നീതി ആയോഗ് 2015 ജാനുവരി 1 രൂപീകരിക്കപ്പെട്ടു. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. അതും ശരിയാണ്. 3 നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതും ശരിയാണ്. 4 നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അത് തെറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗാന്ധിജിയുടെ മരണസമയത്ത് നെഹ്റു പറഞ്ഞിട്ടുള്ളതാണ്. 22 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മൈസൂരാണ്. ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദാണ് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. അത് പിന്നീടാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യനാണ്, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. അത് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയയാണ്. 24 ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. അത് ഓപ്ഷൻ സി വിഴിഞ്ഞം പോർട്ടാണ്. 25 തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സ്റ്റേറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രിപുര അതിൻ്റെ ഭാഗമാണ്. ഉത്തരാഖണ്ഡ് അതിൻ്റെ ഭാഗമാണ്. ഗുജറാത്തിൻ്റെ ഭാഗത്ത് അല്ല. പിന്നെ സിക്കിമും അതിൻ്റെ ഭാഗമാണ്. മധ്യപ്രദേശ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. അപ്പോൾ ഇതിൽ ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഭാഗമല്ലാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 3 ആൻഡ് 5 മാത്രം. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. അതിലെ ഫസ്റ്റത്തെയാണ്, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെയാണ്, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതും കറക്റ്റാണ്. മൂന്നാമത്തെയാണ്, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. അതും ശരിയാണ്. അടുത്തതാണ്, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. അത് തെറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. 27 ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. അതിൽ പടിഞ്ഞാറിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പടിഞ്ഞാറിൽ പെട്ടതാണ് കൊങ്കൺ തീരം, മലബാർ കോസ്റ്റ്, അതേപോലെ ഗുജറാത്ത് തീരമുണ്ട്. അപ്പോൾ വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത് കിഴക്കൻ തീരത്തിൽ പെടുന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരമാണ്. 28ാമത്തേത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ ട്രാൻസ് ഹിമാലയ, അതിൽ ഗാസി കുന്നുകൾ, അത് തെറ്റാണ്. നെക്സ്റ്റ് ആണ് ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ, അതാണ് ശരി. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഇതിൽ സംസ്ഥാനങ്ങൾ തന്നിട്ടുള്ളത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശാണ്. ഇതിൽ വലുപ്പത്തിൽ 1ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. അപ്പോൾ അതിൽ നിന്ന് ലാസ്റ്റിലെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി 3 ഓപ്ഷനിലാണ് രാജസ്ഥാൻ ഫസ്റ്റ് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശാണ്. പിന്നെ 3ാമത്തെയാണ് മഹാരാഷ്ട്ര, 4ാമത്തെയാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അദ്ദേഹം UN സെക്രട്ടറി ജനറലാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ. 31
പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള മുഖ്യമന്ത്രിമാരെയാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ ബി ഇറാൻ. 33 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. 34 ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. അപ്പോൾ കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് നമ്മൾ തൃശ്ശൂർ നോക്കിയാൽ തൃശ്ശൂരിനില്ല. തൃശ്ശൂരിന് ജില്ലകളുമായിട്ട് കണക്ഷൻ വരുന്നുള്ളൂ, മറ്റ് സ്റ്റേറ്റുമായിട്ട് കണക്ഷൻ വരുന്നില്ല. അപ്പോൾ 3 ഉള്ളതൊക്കെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ ഓപ്ഷനും സി എന്ന ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് പാലക്കാട്. നാലാമത്തെയാണ് പാലക്കാട്. പാലക്കാടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡർ വരുന്നത് തമിഴ്നാടിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ 4 ഇല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റിലെ ഓപ്ഷനും കട്ട് ചെയ്തു. അപ്പോൾ കണ്ണൂരും കാസർഗോഡുമാണ് വരുന്നത്. അപ്പോൾ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ 78 ആണ്. നെക്സ്റ്റ് ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ശാസ്താംകോട്ട, പൂക്കോട്ട് തടാകം, അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ ഡി വെള്ളായണി തടാകം. ഇതിൽ ഓപ്ഷൻ സി ആണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കി 3 ശുദ്ധജല തടാകങ്ങളാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലങ്ങൾ സൃഷ്ടിക്കുന്നു. അത് തെറ്റാണ്. ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും കിഴക്കൻ തീരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 38 തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഫസ്റ്റിലെയാണ് പള്ളിവാസൽ, ഇടുക്കി. അത് ശരിയാണ്. ഷോളയാർ പാലക്കാട്, അത് തെറ്റാണ്. ഷോളയാർ ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂരാണ്. കുറ്റ്യാടി കോഴിക്കോട്, അത് ശരിയാണ്. കല്ലട കൊല്ലത്ത്. അപ്പോൾ അതിൽ ചേരാത്തത് ബി ആണ്, ഷോളയാർ പാലക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ ഫസ്റ്റിലെ ഓപ്ഷൻ നോക്കാം, കുറിഞ്ഞിമല. കുറിഞ്ഞിമല ഇടുക്കിയിലാണ്. ചിന്നാർ ഇടുക്കിയിലാണ്. പെരിയാറുണ്ട് ഇടുക്കിയിൽ. ആറളം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അപ്പോൾ ആറളാണ് അതിൽ ബന്ധമില്ലാത്തത് ആൻസർ വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. ഈ വരയാട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണ്. 41ാമത്തെ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് PSC. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2024 ചോദിച്ചിട്ടുള്ളതാണ്. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ശ്രീശങ്കർ എന്ന് പറയുന്നത് അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 43 ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? അപ്പോൾ ഒന്നാമത്തെയാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ്. ലോകസഭയാണെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ്. നിയമസഭയാണെങ്കിലും
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ്. പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 44 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ വരുന്നത് അന്നപൂർണയാണ്, ഓപ്ഷൻ ബി. 45 ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. 46 ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അത് ഇന്ത്യയാണ്, ഓപ്ഷൻ ഡി. 47 ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? എ ഓപ്ഷനാണ് ആഹാരത്തിൻ്റെ രുചി അറിയാൻ. ഓപ്ഷൻ ബി പല്ലിന് വ്യായാമം ലഭിക്കാൻ. ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ മാലിക് ആസിഡാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വിനെഗറിലാണെങ്കിൽ സിട്രിക് ആസിഡ് ഉണ്ടായിരിക്കും. ലാക്റ്റിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ മിൽക്കിലാണ്. 49 ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത്? അത് ആദിത്യ L1 ആണ്. 50 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വിരാട് കോഹ്ലി. 51 ക്വസ്റ്റ്യൻ ആണ്, മികച്ച നടനുള്ള 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അല്ലു അർജുൻ ആയിരുന്നു. 52 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? അത് പാരീസ് ആണ്, ഓപ്ഷൻ ഡി. പാരാലിമ്പിക്സ് ആണെന്നുണ്ടെങ്കിലും സെയിം വെന്യൂ തന്നെ ആയിരിക്കും. 53 നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് അപര്യാപ്തത രോഗങ്ങളാണ്. 54 താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? അത് പവിത്ര, അന്നപൂർണ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 55 ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, അത് ശരിയാണ്. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, അതും ശരിയാണ്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, അത് തെറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 56 ക്വസ്റ്റ്യൻ ആണ്, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? അതിൽ ഒന്ന് പറയുന്നുണ്ട് കാൽഷ്യം. കാൽഷ്യം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ്. അതേപോലെയാണ് ഫോസ്ഫറസ് മൂന്നാമത്തതും. അപ്പോൾ ഓപ്ഷൻ എ 1 ശരി 3 ശരി എന്നുള്ളതാണ് ഇതിലെ ആൻസർ വരുന്നത്. 57 ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? അതിൽ മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുഗുമാണ് പെടുന്നത്. അപ്പോൾ 2 ശരി 3 ശരിയാണ്, ഓപ്ഷൻ സി. 58 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? അത് ഓപ്ഷൻ എ കോഴിക്കോടാണ്. 59 ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഇയർ എന്ന് പറയും. 60 ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു, ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഫസ്റ്റത്തെയാണ് അലൂമിനിയം ബോക്സൈറ്റ്, അത് ശരിയാണ്. സിങ്ക് ഗലീന, അത് തെറ്റാണ്. ഇരുമ്പ് ഹെമറ്റൈറ്റ്, അത് ശരിയാണ്. കോപ്പർ കുപ്രൈറ്റ്,
അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? അത് ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത് ഉയരമാണ്. ഗതികോർജം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഉയരത്തിനെ ബേസ് ചെയ്യുന്നില്ല. അതായത് പൊട്ടൻഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് ഉയരത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ mgh. അപ്പോൾ അതിൽ h സ്റ്റാൻഡ് ഫോർ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ k = ½ mv². അപ്പോൾ അതിൽ ഏതൊക്കെ ഇതാണുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ m എന്ന് പറയുന്നത് മാസ്സാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, അതായത് പ്രവേഗമാണ്. അപ്പോൾ മാസിനെയും പ്രവേഗത്തിനെയാണ് അത് ആശ്രയിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ ആൻസർ. 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സിയ കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്. 63, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. അത് ട്രൂ ആയിട്ടുള്ളതാണ്. അതായത് വസ്തുക്കൾ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെയാണ്, ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതും ട്രൂ ആണ്. പ്രകാശത്തിനാണെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെയാണ്, സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അതും ശരിയാണ്. നാലാമത്തെയാണ്, ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ശബ്ദത്തിന് എപ്പോഴും ഒരു മാധ്യമം ആവശ്യമാണ് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി 4 മാത്രം. ഈ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. 65, എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? അതിൽ ആകെ 3 ഷെല്ലുകളാണ് ഉണ്ടാവുക. 2 എന്ന് പറയുന്നത് കെ ഷെല്ലിലായിരിക്കും, 8 വരുന്നത് എൽ ഷെല്ലിലും 1 വരുന്നത് എം ഷെല്ലിലുമാണ്. അപ്പോൾ 3 ഷെല്ലുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഓപ്ഷൻസിൽ ബിയിൽ ഒന്നില്ല. അപ്പോൾ അത് അപ്പം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ്, ഹൈഡ്രജൻ ഒരു ലോഹമാണ്. അത് തെറ്റാണ്. ഹൈഡ്രജൻ ഒന്നിലും പെടാത്ത ഒരു മൂലകമാണ്. ഹൈഡ്രജൻ ഒരു വാതകമായിട്ടുള്ളതാണ്. പക്ഷേ ഹൈഡ്രജൻ ഒരു പ്രത്യേകിച്ചൊരു പീരിയഡിലോ ഗ്രൂപ്പിൽ വരാത്ത മൂലകമാണത് ഹൈഡ്രജൻ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ മുകളിലുള്ളവയെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. അത് തെറ്റാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 3 എണ്ണാണുള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 3 ഓപ്ഷൻസ് ഒഴിവാക്കുക. അപ്പോൾ ഓപ്ഷൻ എയും ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.
1ഉം 4ഉം. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അത് ട്രൂ ആണ്. അപ്പോൾ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗമാണോ? അത് ഓപ്ഷൻ എ ബാക്ടീരിയയാണ്. 68 കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതാ? അതിൽ ഒന്നാമത്തെ നോക്കാം, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം മെയിൻലി വരുന്നത് നമുക്ക് വെള്ളത്തിലൂടെയാണ് കൂടുതൽ വരുന്നത്, മലിനജലത്തിലൂടെയൊക്കെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെയാണ് മന്ത് കൊതുക് പരത്തുന്നതാണ്. മൂന്നാമത്തെയാണ് മീസിൽസ്, അതും തെറ്റാണ്. നാലാമത്തെയാണ് മലമ്പനി, അത് ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 ശരി 4 ശരി. 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിലെ പ്രസ്താവന നോക്കാം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്, അതും ശരിയാണ്. രണ്ടാമത്തെയാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു, അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അത് ശരിയാണ്. നാലാമത്തെ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നത്, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ്. തെർമോമീറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എല്ലാ വാക്സിനുകളെല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം വാക്സിനുകൾ എല്ലാം കുത്തിവെപ്പിലൂടെ അല്ല നൽകുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ കണ്ണുമായിട്ടാണ്. 73 താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം വൈറസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാണ്. അത് ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ പോക്സ് അത് പ്ലാസ്മോഡിയാണ് കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാണ്. മലേറിയ അതും തെറ്റാണ്, ഫംഗസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ഡയേറിയ ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ അതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്കു കാരണമാകുന്നു. അപ്പോൾ 1 ശരിയാണ്. രണ്ടാമത്തെയാണ് പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് അണുബാധ, അത് തെറ്റാണ്. നാലാമത്തെയാണ് ജീനുകൾക്കുണ്ടാകുന്ന തകരാറ്, അതും തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇതിൽ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, അത് തെറ്റാണ്. അത് ജലത്തിൽ ലയിക്കുന്നവയാണ്. വൈറ്റമിൻ കെ ഇ ഡി എ ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. വൈറ്റമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൽ ശരിയല്ലാത്തത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി
ചിക്കുൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. മൂന്നാമത്തെയാണ് ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. നാലാമത്തെയാണ് കൊതുക് വല പോലുള്ള ഉപായങ്ങളെ സ്വീകരിക്കുക. അപ്പോൾ ഇതിൽ 1ഉം 4ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹൃദയമാണ്. 78 അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അത് ഓപ്ഷൻ സി ആസാമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2023 ഓഗസ്റ്റിൽ EG501 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? അത് കേരളമാണ്.